யாராவது உன் பையன் என்ன சாதிச்சான்னு கேட்டா நான் என்ன சொல்றது? ஆன்சர் மீ. அம்மா, ஒரு நாள் வரும் உன் பையன் என்ன சாதிச்சாங்கிறத ஊரே வந்து உங்ககிட்ட சொல்லு. എന്നാ എനിക്ക് ഒരു പെണ്ണിനെ സെറ്റ് ആക്കിത്താ. നീ തീർന്നടാ, നീ തീർന്നു. എന്താ മോളെ, എന്താ പ്രശ്നം? സോറി ചേച്ചി, ചേച്ചിയുടെ മോര് മരപ്പാഴാണ്, അതന്നെയാണ് പ്രശ്നം. നാണമില്ലല്ലോ നിനക്ക് പറയാൻ. സ്വന്തമായിട്ട് ഒരു പെണ്ണിനെ ഉണ്ടാക്കി എടുക്കടാ, കഴിവ് കെട്ടവനെ. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. നീ എന്തിനാ നിന്റെ സാമാനം കൊണ്ട് നടക്കുന്ന? കണ്ടിച്ചു കളാം. നാണമുണ്ടോ മയിലേ? നാണമുണ്ടോ? വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പോങ്ങൻ. എടാ, ഇവള് നമ്മളെക്കാളും തറയടാ. ഞാൻ പോവല്ലേ, താമസിക്കണ്ട. എന്നാ പെട്ടെടുത്ത് ശാന്തേ. ഞാൻ എന്തോ പെണ്ണിനെ നിന്റെ കാലിന്റെ ഇടയിലോട്ട് കൊണ്ടുവന്ന് വെച്ച് തരാൻ വേണ്ടി ജീവിക്കുന്നവളാണ്. നാണമുണ്ടോടാ? എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. നിന്റെയൊക്കെ കഴപ്പ് തീർക്കാനിരിക്കുന്ന പെണ്ണല്ല ഞാനും ഒരു പെണ്ണാ. തോലുരിഞ്ഞു വന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ അനുഭവിക്കാണ്. വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് പാകാച്ചിട്ടുണ്ടാക്കിയേ. ഓൾഡ് ബാഗോ പിക്കിൾസ്. എടി, പെമ്പിള്ളേരായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. നീ ആണാണോടാ? നീ പെണ്ണിനെ ഉണ്ടാക്കി തരാൻ പോലും പെങ്ങന്മാരില്ലേ? എനിക്കൊരു പെണ്ണിനെ തെറ്റാക്കി തരാൻ പെങ്ങളോട് പറയടാ, തള്ളയോട് പറ, തന്തയോട് പറ. ഒന്നും ചോദിക്കണ്ടായിരുന്നു. ചൂടായല്ലേ കൊച്ചേ, സമാധാനമായിട്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. സഹകരിക്കൂ, പരിഹരിക്കാം. പെങ്ങന്മാരില്ലേ? എനിക്കൊരു പെണ്ണിനെ തെറ്റാക്കി തരാൻ പെങ്ങളോട് പറയടാ, തള്ളയോട് പറ, തന്തയോട് പറ. അല്ല, എന്താ പ്രശ്നം? എന്റെ ഒരു ബന്ധുവാ. അപ്പൊ പിന്നെ നിന്റെ അപ്പൻ ശവം എന്നൊക്കെ പറഞ്ഞത്? അതെ, അവന്റെ അപ്പന്റെ ശവോടക്കിനെ എന്നോട് ചെല്ലാൻ പറഞ്ഞത്. അവിടെ ആരുമില്ല. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.